നമ്മുടെ സ്റ്റേക്കേഷൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. ഞാൻ എൻ്റെ അപ്ലോഡ് ചെയ്തു. നിങ്ങൾക്കിത് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അതെങ്കിലും പോയി കാണുക. അപ്പം നമ്മൾ വൺ ഡേ സ്റ്റേക്കേഷൻ ട്രാവൻകൂർ ഹെറിറ്റേജ് ആയുർവേദിക് റിസോർട്ടിലാണ് 2 വില്ലയായിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇത് അത്യാവശ്യം ലക്ഷറിയസ് വില്ല തന്നെയായിരുന്നു. ഒരു റൂമിന് 6000 റേഞ്ചിനായിരുന്നു ആ വില്ല വന്നിരുന്നത്. കാരണം ആ വില്ലയുടെ സെറ്റപ്പും കുറച്ച് റിച്ച് സെറ്റപ്പാണ്. നമ്മൾ ഈ ഒരു ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഒരു കൊട്ടാരം പൊളിച്ച് കൊണ്ട് ഇവിടെ പണിത് വെച്ചേക്കുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെയാണ് കൂടുതലും നമുക്കിവിടെ ഉള്ളത്. നമ്മൾ കുറച്ച് കൂടുതൽ ആ റിസപ്ഷൻ കൗണ്ടറിൽ നിന്ന് തന്നെ കുറച്ച് കൂടുതൽ നടക്കാനുണ്ട്. ഈ നമ്മുടെ വില്ല 2 വില്ല അടുത്തടുത്തുള്ള വില്ലയും പിന്നെ പൂളിലോട്ടും ബീച്ചിലോട്ടും ഒക്കെ ഒത്തിരി നടക്കാനുണ്ട്. ഇതാണ് നമ്മുടെ റൂം, നമുക്ക് അലോട്ട് ചെയ്ത റൂം മീൻസ് വില്ല. ഇതൊരു വില്ലയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരു രാജകീയമായ ഒരു വരവേൽപ്പ്, രാജകീയമായി സ്ഥലം. ശരിക്കും ഒരു എന്താ പറയുക, ഒരു രാജകീയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടുത്തെ സ്റ്റേ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഈ ചെക്ക് ഇൻ ചെയ്തിട്ട് അവർ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ പറഞ്ഞു തന്നു. എന്തൊക്കെയാണ് കോംപ്ലിമെൻ്ററി ഉള്ളത്, എന്തൊക്കെയാണ് കോംപ്ലിമെൻ്ററി അല്ലാത്തതെന്നൊക്കെ. ഈ വൈകുന്നേരം നമുക്ക് ഈ ചായ കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മെനു നോക്കിയപ്പോൾ എന്തായാലും 6000 രൂപയുടെ റൂം എടുക്കുമ്പോൾ മെനുവും അത്രയും തന്നെ കോസ്റ്റ്ലി ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ തനിയെ തന്നെ ഒരു കോഫി ഉണ്ടാക്കി കുടിച്ചിട്ട് മെയിനായിട്ട് പൂളിലോട്ട് പോവുക, പൂളിൽ ചാടുക എന്നുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ഇവിടെ ആക്ച്വലി 2 പൂളുണ്ട്. ഒന്ന് കുറച്ച് വലിയ പൂളും ഈ പൂള് കുറച്ച് ചെറിയ പൂളാണ്. അപ്പം കുട്ടികൾക്കൊക്കെ കുറച്ച് കളിക്കാൻ പറ്റുന്ന ബെറ്റർ പൂൾ ഇതാണ്. പക്ഷെ മറ്റത് എന്ന് പറയുന്നത് ഓരോ സൈഡിലും ഓരോ ഫീറ്റ് ആണ്. ഏറ്റവും കൂടുതൽ 7.5 ഫീറ്റ് ആയിരിക്കും ഹൈ എന്ന് പറയുന്നത്, അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. നമ്മൾ പൂളിൽ ചാടിയിട്ട് വന്നപ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പായിരുന്നു. നമ്മൾ ആക്ച്വലി സാലഡും പക്കോടയൊക്കെ ഒരു ഇച്ചിരി കോസ്റ്റ്ലിയാണ് ഇവിടുത്തെ മെനു. മീൻസ് ഐ തിങ്ക് റൂം കോസ്റ്റ്ലി ആയതുകൊണ്ട് ഓഫ് കോഴ്സ് മെനു കോസ്റ്റ്ലി ആയിരിക്കും, ഫുഡും കോസ്റ്റ്ലി ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഉറങ്ങിയൊക്കെ ചെയ്തു. ഉറങ്ങിയിട്ട് പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് ഇവിടുത്തെ ബീച്ചിൽ പോകാം എന്നുള്ള ഒരു പ്ലാൻ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ ബീച്ച് എന്ന് പറയുന്നത് പ്രൈവറ്റ് ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ബാഗേറ്റ് വഴിയാണ് നമ്മൾ ഈ ബീച്ചിലോട്ടുള്ള ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് പാല്. ഇത് ആക്ച്വലി ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. അവർക്ക് കുറച്ചുകൂടി കളിക്കാൻ പാർക്കും പൂളും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരിതാണ്. നമ്മൾ വല്ലപ്പോഴും ഒക്കെ കൂട്ടി വെച്ച് ഇങ്ങനത്തെ ട്രിപ്സിനൊക്കെ പോകുമ്പോൾ ഒന്നുകൂടി കലക്കി അങ്ങ് എടുക്കട്ടെ. ഇത്ര വലിയ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നില്ല. അച്ഛൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അവരുടെ അച്ഛൻ്റെ ഡ്രസ്സ് ഞാൻ ഇട്ടെന്നും പറഞ്ഞ അവിടെ എൻ്റെ അടുത്ത് അടി ഉണ്ടാക്കുകയാണ്. പക്ഷെ ഞാൻ തോറ്റ് പിന്മാറിയില്ല. ഞാൻ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ബീച്ചിലോട്ട് പോയി. ഓക്കെ, അപ്പം നമ്മൾ ഈ ബീച്ചിൽ പോകുന്ന ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബാഗേറ്റ് പോലൊരു സംഭവമാണ്. അതുവഴി നമ്മൾ ഇത്രയും കുറച്ച് കൂടുതൽ നടക്കാറുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമാണ്. നമ്മൾ ഒരു 7:30 ആയപ്പോഴാണ് പോയത്. അപ്പോൾ അധികം വെയിലുമില്ല. അപ്പം ഇങ്ങനെ ചുമ്മാ നടക്കാൻ നല്ല രസമാണ്. ഒത്തിരി നടക്കാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലൊക്കെ പോയി. ബീച്ചിൽ ആക്ച്വലി ഇവിടെ ഹൈ എനർജി വേവ്സ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിക്കാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് കാലിനൊക്കെ നിൽക്കാൻ പറ്റും. പിന്നെ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കൗട്ട് വന്നിട്ട് 11:30 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാക്കിങ്ങും നമ്മൾ ബീച്ചിൽ പോയിട്ട് വന്നിട്ട് കുളിച്ച് പാക്കൊക്കെ ചെയ്ത് വന്നിട്ട് വേണമല്ലോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്.
യുനോ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര കിടലായിരുന്നു. ഒത്തിരി വെറൈറ്റി ഡിഷസ് ഉണ്ടായിരുന്നു. വെറൈറ്റി ഡിഷസ് ഞാനെല്ലാം ടേസ്റ്റ് ചെയ്തു. ആ ഫുഡ് കഴിക്കുന്ന ആക്രമണത്തിൽ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ അതൊക്കെ ഒന്നും എടുത്തില്ല, വിട്ടുപോയി. പക്ഷേ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് ഇന്ത്യൻ ഡിഷ് തന്നെ നമ്മുടെ ദോശ, ഇഡ്ഡലി, പുട്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേക്കേഷൻ വിത്ത് ഫാമിലി നമുക്ക് ഒരു പ്രഷറോ ഒരു ടെൻഷനോ ഒന്നും അറിയാതെ നമുക്ക് 1.5 ദിവസം എൻജോയ് ചെയ്യാൻ പറ്റും. വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ വി ഫീൽ റിലാക്സ്ഡ് ആൻഡ് റിഫ്രഷ്ഡ്. അപ്പം ഇത് ആക്ച്വലി നമ്മളെ എടുത്ത റീലാണ് കേട്ടോ. നമ്മളെ കോപ്രായെങ്കിൽ ഇത് ഈ സാധനത്തിൻ്റെ കമ്പൈൻഡ് സാധനം ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ബായ്.